എല്ലാവർക്കും നമസ്കാരം. ഗുരുജിയാണ് ട്രേഡിംഗ് ഇമോഷൻ ചാനലിൽ നിന്ന്. ഇന്ന് മാർക്കറ്റ് പ്രൊഫൈൽ എന്താണ് കഥ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നലത്തെ പോയി വീഡിയോ കാണുക. രാവിലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടുള്ള ലെവലും കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ പറയുന്ന ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇതൊരു യുണീക്കായിട്ടുള്ള ഒരു ഒരു ചാർട്ടാണ്. ഇത് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഇൻട്രാഡേക്ക് വളരെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നല്ല യൂസ്ഫുള്ളാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഈ 880 780 ഇവിടെയൊക്കെ നമുക്കൊരു ഇതുണ്ട്, റെസിസ്റ്റൻ്റ് ഉണ്ട്. താഴോട്ടാണെങ്കിൽ നല്ല സപ്പോർട്ടും ഉണ്ട്. താഴെ നമ്മൾ ഒരു ഇതില്ല, ഒരു മാർക്കറ്റ് ഇന്നലെ രാവിലെ തന്നെ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ തന്നെ നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു, മാർക്കറ്റ് ഒരു സൈഡ് വേസ് പോകും എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും സംഭവിച്ചു. ഇന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് വീണ്ടും ഇവിടെ ഒരു 2-3 കാര്യങ്ങളാണ്. ഇത് 2 ബാക്ക് ടു ബാക്ക്. ഇത് വന്നിട്ട് ദിസ് ഈസ് കോൾഡ് IB ഫെയിൽഡ് ഓപ്ഷൻ, IBL ഫെയിൽഡ് ഓപ്ഷൻ ഓൺ H പീരീഡ്. ഇത് വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ IB ഫെയിൽഡ് ഓപ്ഷൻ, IBH ഫെയിൽഡ് ഓപ്ഷൻ ഓൺ C പീരീഡ്. ഇത് രണ്ടും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. അപ്പോൾ ആരാണ് ആദ്യം ക്ലിയർ ചെയ്യുക എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇന്ന് എന്താണ് കഥ പറയുന്നതെന്ന് നോക്കാം. ഇത് നിഫ്റ്റി ഫ്യൂച്ചറാണ് ചാർട്ട്, 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. നമ്മൾ ട്രേഡ് എടുക്കുന്നതെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ ബേസ് ചെയ്തിട്ട് നമ്മുടേതായ സ്റ്റൈലിൽ. ഞാൻ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലാണ് എൻട്രി എക്സിറ്റ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ട് ക്യാൻഡിൽ സ്റ്റിക്കോ നിങ്ങൾ എന്താണോ പാറ്റേൺ ചാർട്ട് നോക്കുന്നതോ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രീസും എക്സിറ്റും എടുക്കാവുന്നതാണ്. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ. നേരത്തിൽ ഇങ്ങനെ യുണീക്കായിട്ട് ഒരു യൂട്യൂബറും അല്ലെങ്കിൽ ഒരു അനാലിസിസും ഒരു മാർക്കറ്റിനോട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരും ഇങ്ങനെ റെഗുലറായിട്ട് വീഡിയോസ് ഇടാറില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു യുണീക്കായിട്ടുള്ള ഒരു പഠിക്കാനുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ആയാൽ വീണ്ടും ടിൽ 18,800 വരെ, കാരണം ഇതൊരു സിംഗിൾ പ്രിൻ്റാണ്. അപ്പോൾ ഇത്രയും ഈ ലെവൽ വരയ്ക്കും 18,800 വരയ്ക്കും മാർക്കറ്റിൽ നല്ലൊരു റെസിസ്റ്റൻ്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ വീണ്ടും മോളി വന്ന് ഇങ്ങനെ ഈ ലെവലിൽ ഇങ്ങനെ മാർക്കറ്റ് ഒരു ഫസ്റ്റ് ഹാഫ് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സമയം കൂടുതലാണ്. ഈ ഫ്ലാറ്റ് ഓപ്പണായി മുകളിലോട്ട് മാർക്കറ്റ് പോകുന്നു എന്നുണ്ടെങ്കിൽ. ഓക്കെ, എങ്കിൽ താഴോട്ട് വന്നാലോ, താഴോട്ട് വീണ്ടും ഇതൊരു സപ്പോർട്ടാണ്. ഇവിടെ നിന്ന് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് മാർക്കറ്റ് വീണ്ടും ഈ സ്ഥലത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. സോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോയാലും നിഫ്റ്റി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യത്തിൽ നല്ലൊരു അപ്പ് മൂവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ലെവലിന് മുകളിൽ 18,800 ഒരു അക്സെപ്റ്റൻസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇതിൻ്റെ മുകളിൽ തന്നെ, ഇത് തന്നെ ഡയറക്റ്റ് ടാർഗറ്റ് വയ്ക്കാം. ഈ ലെവല്, ദാറ്റ് മീൻസ് 18,880 18,900 ടാർഗറ്റ് വെച്ചുകൊണ്ട് മുകളിലോട്ട് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ഈ IB ഹൈ ക്ലിയർ ചെയ്യുന്നതും നമുക്ക് നോക്കാവുന്നതാണ്. അതല്ല, ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പാണ്, ഇവിടെയാണ് ഓപ്പൺ ആകുന്നതെന്ന് വെച്ചോളൂ. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത് ഈ 18,800 എന്ന് പറഞ്ഞ ഈ ലോജിക്കൽ ലെവൽ, ഈ ടെക്നിക്കൽ ലെവല് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത്, അതായത് ഡേ ഓപ്പൺ ഹോൾഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഈ ടാർഗറ്റ് നമുക്ക് മുകളിലോട്ട് നോക്കാവുന്നതാണ്. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിലും മാർക്കറ്റിൽ ഞാൻ അവോയ്ഡ് ചെയ്യും. ഇന്നത്തെ സിറ്റുവേഷൻ അതാണ്. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയാലും മാർക്കറ്റിനെ അവോയ്ഡ് ചെയ്യും. പക്ഷേ നമുക്ക് നോക്കാം, എന്തെങ്കിലും ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇത് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി നമ്മൾ ടെലഗ്രാം ചാനലിൽ എന്തുണ്ടോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബാങ്ക് നിഫ്റ്റി വളരെ കുറച്ചുകൂടെ ഒരു റേഞ്ച് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ഇങ്ങനെ ഇവിടുന്ന് മാർക്കറ്റ് ഡയറക്റ്റ്ലി നമുക്ക് ഈ റേഞ്ചിലോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ലെവൽ ദാറ്റ് മീൻസ് ഇത് എത്രയാണ്, 18,920 930 വരയ്ക്കും രാവിലെ തന്നെ ഒരു എ പീരീഡിൽ തന്നെ, അതായത് ആദ്യത്തെ 15 മിനിറ്റിലോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു അരമണിക്കൂറിനകത്തോ ഈ ലെവലിൽ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണായി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവൽ നമുക്കിവിടെ ഈസി ആയിട്ട് ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് വെച്ചിട്ട് ഈ ലെവൽ രാവിലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്.
ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് പോകണമെങ്കിൽ ഇവിടേക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. സ്പെൻഡ് ചെയ്താൽ മാത്രമേ മുകളിലോട്ട് പോകത്തുള്ളൂ. ഇത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ബാങ്ക് നിഫ്റ്റി താഴെ വന്നു കഴിഞ്ഞാൽ ഇതിനെ മാർക്കറ്റ് പ്രൊഫൈൽ ഒരു പി ഷേപ്പ് പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് താഴെ അക്സെപ്റ്റൻസ് കിട്ടിയാൽ മാത്രമേ ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റിയും ഇവിടെ ഉള്ളൂ. മാർക്കറ്റ് പ്രൊഫൈൽ സ്റ്റുഡൻസിന് അറിയാം, നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള സ്റ്റുഡൻസിന് അറിയാം. സോ 43,540 അവിടെ അല്ലെങ്കിൽ 530 അവിടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയാൽ മാത്രമേ ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാനായിട്ട് ഉള്ളൂ. ഇപ്പോൾ രാവിലത്തെ ഒരേ ഒരു ഓപ്പർച്യൂണിറ്റിയെ ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് എന്താണോ ലൈവ് മാർക്കറ്റിൽ തരുന്ന ഇൻഫർമേഷൻ അത് നമ്മൾ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും നേരം വാച്ച് ചെയ്തതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.